അയനിച്ചക്കല്ലേ അതിന് ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ഞാൻ ഏതായാലും ഒന്ന് കേട്ടോ എന്താ വെച്ചാൽ ഇതിലൂടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ഇതിൽ പറയാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഏകദേശം ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് ആ ഭാഗങ്ങൾ കാര്യം നോക്കിയല്ലേ. അങ്ങോട്ട് കെട്ടടിച്ചേ അല്ല പോസ്റ്റിംഗ് ഏറ്റവും ഇത് പോസ്റ്റിംഗ് വേണ്ട ഇതാണ്ട് കാരണം ഞാൻ ആദ്യം നോക്കി. ഓക്കെ, നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. അവിടെ ബാലരാമപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ അലക്സ് ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് 3 kVA സിസ്റ്റമാണ് കേട്ടോ. ഒരു 4 പാനൽ വെച്ചിട്ട്, 4 പാനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 445 അതുപോലെ 445 500 വാട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന 500 വാട്ടിൻ്റെ 4 കട്ട് 4 പാനൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവർക്കൊരു ശരാശരി ഒരു 10 യൂണിറ്റ് പെർ ഡേ നമുക്ക് കിട്ടും. പിന്നെ 2 ദിവസമല്ല, ഒരാഴ്ച പോയാലും ഇവർക്ക് ഇവിടെ വീട്ടിലത്തെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV, ലൈറ്റ്, ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ സാധാരണ 1 HP മോട്ടറൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് റണ്ണാവും. ബാക്കി നമ്മൾ ഹീറ്റിംഗ് ലോഡുകളുണ്ടല്ലോ, അത് അയൺ ബോക്സൊക്കെ റണ്ണാവും. പക്ഷേ മാക്സിമം നമ്മൾ അയൺ ബോക്സ് അതുപോലെ ഹീറ്റർ ഉപയോഗിച്ച സാധനങ്ങൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഒന്ന് മാറ്റി നിർത്തുകയാണ് നല്ലത്. നമുക്ക് 1-2 മാസം വർക്ക് ചെയ്താൽ പോരല്ലോ, നമുക്ക് ദൈനംദിന കാലങ്ങളോളം വർക്ക് ചെയ്യണമല്ലോ. പിന്നെ നമ്മൾ ബാറ്ററിയുടെ താഴെ ഭാഗങ്ങളും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതേ ഇത് വീടിൻ്റെ കറക്റ്റ് കിഴക്ക് പടിഞ്ഞാറ് ഭാഗമല്ല കേട്ടോ. ഇവിടെ തെക്ക് ഭാഗം നമ്മുടെ വീടിന് കുറച്ച് ക്രോസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കൂട്ടത്തിലൊരു കാര്യം കൂടി പറയാം, നമ്മൾ ടാങ്ക് ഇവിടെ തൊട്ട് താഴെയാണ്. അപ്പോൾ ഇവർക്ക് ഇനി കാലാകാലം വെള്ളം ചൂട് വരുന്ന ഒരു പ്രയാസം ഉണ്ടാവില്ല, അത് കൂട്ടത്തിൽ കൂടി പറയണല്ലോ. ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ, തിരുവനന്തപുരം ജില്ലയിലാണ്. ഞങ്ങൾ ഇന്നലെ ആലപ്പുഴ ജില്ലയിലായിരുന്നു, അവിടുത്തെ വീഡിയോ ഒന്നും ഇല്ല. പിന്നെ അതിൻ്റെ തൊട്ട് ദിവസം മുമ്പ് ഞങ്ങൾ കോട്ടയം ഡിസ്ട്രിക്റ്റിലായിരുന്നു. ഇനി ഞങ്ങൾ ചാലക്കുടിയും കൂടി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ഓക്കെ. ഇത് നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഒരു കഴിഞ്ഞ മാസം അല്ല ആയിരിക്കും നമ്മൾ ചെയ്തത്, അല്ല നമ്മളെ ഒടുവിൽ ഉസ്മാൻ്റെ വീട്ടിൽ ഏകദേശം അതേ സെയിം ആണ് കേട്ടോ. അവിടെ 455 വാട്ടിൻ്റെ പാനൽ വെച്ചിട്ടാണ്, അത് മതി. ഇത് 500 വാട്ടിൻ്റെ ആകുമ്പോൾ ഒന്നും കൂടി ചെറിയൊരു മികവ്. പിന്നെ അത് ചെറിയൊരു വാട്ടുകൾ ഒരു 100-200 വാട്ടുകളിലൊന്നും പ്രയാസങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് 4 സീരീസ് ആയിട്ടല്ല വെച്ചിരിക്കുന്നത്, 2 സ്ട്രിങ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവും നമ്മൾ 2 വയറാക്കി അത് 6 സ്ക്വയറിൻ്റെ DC കേബിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു തെല്ല് ലോസ് ഉണ്ടാവില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, 6 സ്ക്വയറിൻ്റെ വണ്ട് വെച്ചിട്ട് 2-in-1 വെച്ചിട്ട് നമുക്ക് ടെക്നീഷ്യൻ ബന്ധപ്പെട്ട ആളുകൾക്കുള്ളൊരു നമ്മുടെ ഒരു സംസാരമാണ് കേട്ടോ. ഇത് നമുക്ക് 6 സ്ക്വയർ വെച്ചിട്ട് നമുക്ക് 2-in-1 വെച്ച് കൊടുക്കാം. പക്ഷേ അവിടെ നമുക്കൊരു ലോസ് ഉണ്ട്, അവിടെ ഒരു ഹീറ്റിംഗ് ഉണ്ട്. നമ്മളെ ഒരു എക്സ്പീരിയൻസിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 പാനൽ സീരീസ് ആയിട്ട് കൊടുക്കും, അടുത്ത 2 പാനൽ സീരീസ് ആയിട്ട് കൊടുക്കും. എന്നിട്ട് 4 വയർ താഴേക്ക് കൊടുത്തിട്ട് 2 സ്ട്രിങ് ആയിട്ട് 2 നെഗറ്റീവും 2 പോസിറ്റീവും ആയിട്ട് താഴേക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ പിന്നെ ഇവർക്ക് ഒരു 7 മണി മുതൽ ഏകദേശം ഒരു 4:30 വരെ ഒരു തടസ്സമില്ല കേട്ടോ. 100% ഇവിടെ പ്രൊഡക്ഷൻ കിട്ടുന്നതാണ് ഇതിന് ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ ഏൽക്കുമ്പോൾ നിങ്ങൾ ആരെ ഏൽപ്പിക്കുകയാണെങ്കിലും നമ്മൾ രാവിലെ ഒരു പുലർച്ചെ ഒരു 7 മണി 7:30 നീച്ചിട്ട് ഏറ്റവും തടസ്സമില്ലാത്തൊരു സൂര്യൻ്റെ കറക്റ്റ് ദിശ കിട്ടുന്ന ഒരു ഭാഗം, അതുപോലെ ഈവനിങ്ങിൽ തടസ്സമില്ലാത്ത രീതിയൊക്കെ ജസ്റ്റ് ഒന്ന് എല്ലാവരും നോക്കുന്നത് നല്ലതാണ്. നമ്മൾ വന്നാൽ നോക്കും, പക്ഷേ അതിൽ നമുക്ക് കറക്റ്റ് ട്രാക്കിങ് കിട്ടുക നമ്മൾ വീട്ടുകാരൊന്ന് രാവിലെയും വൈകുന്നേരം നോക്കിയാൽ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രയാസം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത്. പിന്നെ ഫ്രണ്ട്സ്, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങളിവിടെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നതാണ്. ഓക്കെ, ഏതായാലും ഒന്നും ഇങ്ങോട്ട് നോക്കി നോക്കൂ, നമ്മളെ വർക്കർ നോക്കാം ഒക്കെ മുതലാളിനെ അവിടെ മെല്ലെ സോപ്പിട്ട് നിർത്തിയിട്ട് അപ്പുറത്തുനിന്ന് ഇതിൻ്റെ സാർ എന്താ പറയുക, അയനിച്ചക്കല്ലേ? അയനിച്ചക്ക ഏതായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റോ പെറുക്കിയാണ്. നോക്കി നോക്കൂ, ഇതൊക്കെയാണ് അവൻ്റെ പരി. കഴിച്ചിട്ട് ഞങ്ങൾ റിസൾട്ട് പറയാം. നമ്മൾ ആരിസാണ് അതിൻ്റെ ആള്. നോക്കി നോക്കൂ, അതും പൊഴുത്തുക്കണു. ഓക്കെ, ഏതായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഓരോ സൈറ്റിൽ ഓരോ സാഹചര്യം. പെരയും കൊണ്ട് പഴുപ്പിക്കുക, പച്ച രണ്ടെണ്ണം എടുത്തപ്പോൾ ആ പൊഴുത്തത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് ആള്.
ഓക്കെ ടെസ്റ്റ് ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ആഹാ തോട്ടായി തന്നിട്ടേ പതുക്കെ പതുക്കെ വെച്ചിട്ട് അതിന് ചെക്കല്ലേ അതിന് ടേസ്റ്റ് കിട്ടിയില്ല. ഞാൻ ഏതായാലും ഒന്ന് കേട്ടോ നമ്മളെ കുറ്റം പറഞ്ഞിട്ടേ മറ്റാളിനെ തിന്നണ നോക്കാം. എന്റെ ഫേസ് എനിക്ക് കിട്ടിയില്ല. ഞാൻ സത്യം പറയാട്ടോ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുക. ഇത് കണ്ടപ്പോ സാറ് പറഞ്ഞേ അത് പറിച്ചോന്നാ പറഞ്ഞിട്ട്. ഏതായാലും നമുക്ക് ഇങ്ങനെ എല്ലായിടത്തും നടക്കൊന്നുമില്ല, ഇതൊക്കെ രസമാണ്. അല്ലാപ്പോ നമ്മള് വർക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് വിത്ത് നമുക്കൊന്നേ അല്ല അതിനെന്റെ അവിടെ സ്ഥലം ഉണ്ടോ? പിന്നെന്താ അതിനൊക്കെ നമുക്ക് എന്താ ഇതൊക്കെ ഉണ്ടാക്കണം. ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വർക്കിന് വന്നിട്ട് ഇതാണ് പണി. ഇനി എവിടെയൊക്കെ പണി ഉണ്ടല്ലോ. ഓക്കെ, ഏതായാലും ഒക്കെ നടക്കട്ടെ. ഇതിൻ്റെ കൂടി തിരുവനന്തപുരം വന്നിട്ട് അതിന് ചെക്കുന്നു അങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിലും ഓരോ ഫ്രൂട്ട്സും ഓരോ വ്യക്തികളെയും നല്ല രസമാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കാണ്, വീണ്ടും പറയാം. വീട്ടുകാരനെ ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾ താഴെ എത്തി. ഇവര് ഹാളിൻ്റെ ഭാഗത്തിനിട്ട് വെച്ചിരിക്കുന്നത് കോണിയുടെ നല്ല സ്പേസ് ഇവിടെ ഉണ്ട്. ഇവർ ഡിസൈൻ ചെയ്യുമ്പോൾ ചെറിയൊരു എയർ പാസിംഗ്, ഇത് പൊതുവേ എല്ലാവർക്കും ചെയ്യേണ്ട കാര്യമായിട്ടോ പറയുന്നത്. എയർ പാസിംഗ് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫ്രീ ആയിട്ട്, കുട്ടികളൊന്നും പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ വിഷയമൊന്നുമില്ല. ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ, മേലെ ഞാൻ പറഞ്ഞതാണ് 36 വോൾട്ട് സിസ്റ്റം, 3 kVA സിസ്റ്റം. അത് 36 വോൾട്ടിൻ്റെ 3 ബാറ്ററി 36 വോൾട്ട് സിസ്റ്റം ആണല്ലോ. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവർക്ക് ഏകദേശം ഇവിടെ തിരുവനന്തപുരം ഭാഗത്താണല്ലോ കറണ്ട്. ഇനി രണ്ടല്ല ഒരാഴ്ച പോയാലും ഇവർ വീട്ടിലത്തെ കാര്യങ്ങളും ഇപ്പോൾ CCTV മുതൽ അതുപോലെ നമ്മൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV ലൈറ്റ്, ഫാന്, ഇവർ HP മോട്ടർ വരെ സിമ്പിളായിട്ട് ഇതിൽ റണ്ണാവും. ഇനി ഇവർ ഭാവിയിൽ ഇവരൊരു BLDC ഫാൻ, AC കൂടി ഇവർ വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതും കൂടെയൊക്കെ ആണെങ്കിൽ നമുക്കിതിൽ ഏകദേശം ഒരു 80% ഇവർക്കിതിൽ ലോഡ് ചെയ്യാം. അത്യാവശ്യം ഇവിടെ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇവർക്ക് കറണ്ട് പോകുന്ന പ്രയാസങ്ങളെയും നമ്മൾ CCTV ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഇവർക്ക് യൂസ് ചെയ്യാമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെപ്പോഴും നമ്മുടെ വീടുത്തെ ലോഡ് കാര്യങ്ങൾ നോക്കാം. അയച്ച കാണിച്ചു കൊടുത്തല്ലോ അല്ലേ, ലോഡ് കാര്യങ്ങളൊക്കെ നോക്കുക, അതിനനുസരിച്ച് ചെയ്യാം. നമ്മൾ കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് വലുതാണ് വെക്കുക. അവൻ്റെ അവിടെ അതാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് വേണം, നമുക്ക് അനുഭവം ഉണ്ട് കാസർഗോഡ് ഭാഗത്ത് തന്നെ. എനിക്ക് ആ ടൈപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഞാൻ ലോഡ് നോക്കിയ സമയത്ത് അതാകെ അവിടെ 2 kVയുടെ ഒക്കെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് വേണ്ട നമ്മുടെ വീട്ടിലത്തെ ലോഡുകളും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പുതിയ വീടാണെങ്കിൽ നമുക്കറിയാമല്ലോ, കുറച്ച് ലോഡുകളും കാര്യങ്ങളും വീട്ടിലെ അംഗങ്ങളും ഒക്കെ നോക്കിയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇതൊക്കെ എന്താ വെച്ചാൽ ഇതിലൂടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ഇതിൽ പറയാമെന്നാണ്. അപ്പോൾ ഓക്കെ, ഏകദേശം ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബാറ്ററിയുടെ വെള്ളത്തിൻ്റെ ലെവല് പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്. അങ്ങോട്ട് വെച്ച് പോകും, പിന്നെ അങ്ങോട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് 5 ബാറ്ററിയിലുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ എങ്ങനെയെന്നൊക്കെ പറയും. ഇപ്പോൾ ഇതിൽ ഞങ്ങളുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു, ഒരു ടെർമിനൽ കാണിച്ചു കൊടുക്കുക, ഒരു ഫ്ലോട്ട് ഗ്യാപ്പ് കാണിച്ചു കൊടുക്കാം. ഇതിൽ ഈ ഗ്രീൻ്റെ ലെവൽ, ഇതിപ്പോൾ പുതിയ ബാറ്ററി ആയതുകൊണ്ടാണ് ഈ ലെവല് നിൽക്കുന്നത്. ഉദാഹരണം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ബാറ്ററിയുടെ ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്തായാലും ടോപ്പപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ടോപ്പപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ഈ ഒരു ഗ്രീൻ്റെ ലെവലിലേക്ക് റെഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ഒരിക്കലും ഈ ഒരു റെഡിൻ്റെ ലെവലിലേക്ക് താവരുത്. അപ്പോൾ ഞാൻ അതിങ്ങനെ കാണിച്ചു തരാണ്. അപ്പോൾ ഓക്കെ, പിന്നെ നമ്മൾ എപ്പോഴും ഈ ബാറ്ററിയിൽ വാട്ടർ നമ്മൾ ഒഴിക്കുന്നതിൻ്റെ മുമ്പേ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കും, ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ എല്ലാ ഫ്ലോട്ട് ഗ്യാപ്പും അളകുന്നുണ്ടോ നമ്മൾ ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ എന്തുണ്ടാവും അരിച്ചെന്നു, ഇവിടെ ഇപ്പോൾ അടുത്ത ഒരാളിൻ്റെ ഇതിൽ വെള്ളം പുറത്തേക്ക് പോകണം. അപ്പോൾ എന്തെന്നോ ഫ്ലോട്ട് ഗ്യാപ്പ് സ്റ്റക്കാണ്. അപ്പോൾ നമ്മൾ 1 രൂപയുടെ കോയിനോട് ഇത് ഇങ്ങനെ തിരിച്ചിട്ട്, ഇതിൽ ഞങ്ങളുടെ മലപ്പുറം ഭാഷയിൽ കാളം എന്ന് പറയും, ഇവിടെ എന്താ നമുക്കറിയില്ല. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ സാധാ ബാറ്ററി വാട്ടർ ഉണ്ടല്ലോ, ആസിഡ് വാട്ടർ അല്ല കേട്ടോ, അപ്പോൾ അത് ഒഴിക്കുക. 2 വർഷം കൂടുമ്പോൾ നമ്മൾ ഈ ടെർമിനലിൽ വല്ല ക്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അതുണ്ടെങ്കിൽ നമ്മുടെ വാസ്ലൈന് അല്ലെങ്കിൽ ഗ്രീസ് പോലത്തെ പെട്രോൾ ജെല്ലുകളിൽ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സോളാറിൻ്റെ എനർജി നമുക്കറിയാലോ. ഇത് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞതാണ്, എങ്കിലും എല്ലാ വീഡിയോകളും എല്ലാം കാണാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ എല്ലാം നമ്മളൊന്ന് ഇതിൽ ഉൾപ്പെടുത്തുക. നമ്മൾ 2 മാസം കൂടുമ്പോൾ നമ്മൾ KSEB ബില്ല് വരുമ്പോഴത്തേനും നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക. ഒരു ദിവസം സോളാറിൻ്റെ എനർജി നിങ്ങൾക്ക് അറിയാമല്ലോ, വേരിയേഷനോട് കൂടിയിട്ടുള്ള ഇതാണ്. അപ്പം നമുക്ക് ഈ ഗ്രാവിറ്റിയും കാര്യങ്ങളും
ജസ്റ്റ് ഒരു പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ഒരു 2 മാസം കൂടുമ്പോൾ KCBയിൽ ഒരു തവണ ചാർജ് ആവാൻ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നും ഇങ്ങോട്ട് ഒരാഴ്ച ഒന്ന് എന്നോട് കുറേ ആളുകളെ ഒന്നും ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് ചില കമൻറ്റിൽ ഒന്നും ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ നമ്മളെ കളിയാക്കുന്നുണ്ട്. എന്താ അറിയാതെ പറഞ്ഞു പോവാണ്. ഇതിൽ നമ്മുടെ നോക്കി നോക്കും, നമ്മുടെ ഈ എഴുത്തിൻ്റെ തൊട്ട് താഴെ ഇവിടെ നമ്മുടെ UPS മോഡ് നിങ്ങൾക്ക് അറിയാം. ഇത് നമ്മുടെ VGA സീരിയൽ പോർട്ട്. നമുക്ക് ഭാവിയിൽ ലിഥിയം അയൺ ബാറ്ററി അല്ലെങ്കിൽ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വോൾട്ട് ഡൗൺ ചെയ്യാൻ അപ്പ് ചെയ്യാനും പറ്റുന്നത്. അതുപോലെ MPPTയിലുണ്ട് VGA സീരിയൽ പോർട്ട്. നമുക്ക് ഇതിൻ്റെ വോൾട്ടും കാര്യങ്ങളും അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഭാവിയിൽ നമ്മൾ ലിഥിയം വെക്കുമ്പോൾ നമ്മൾ ഇൻവെർട്ടർ MPPT ഒന്നും മാറ്റേണ്ടതില്ല. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. ഒന്നും ഇങ്ങോട്ട് വരും. ഇതിൽ AC ചാർജിങ് നോക്കി നോക്കും. ഇപ്പം ഞാൻ ഓഫാക്കി വെച്ചിരിക്കുകയാണ്, സാധാരണ സ്വിച്ച് ഓഫാക്കി വെക്കുന്നത് ഈ ഇവിടെ എഴുത്തിൻ്റെ തൊട്ട് താഴെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ മാറ്റണം, അതിൻ്റെ പ്രശ്നങ്ങൾ ഏത് വീട്ടിലത്തെ സ്ത്രീകൾക്ക് പോലും ആക്കാൻ ആരിച്ച നേരെ എന്ത് ചെയ്യുക, നമ്മളിവിടെ ഈ എഴുത്തുണ്ടല്ലോ, നമ്മുടെ ഇൻവെർട്ടർ ഇപ്പോൾ 2500 ആണെങ്കിൽ അല്ലെങ്കിൽ 1350 ആണെങ്കിൽ 1500 ആണെങ്കിൽ 5000 ആണെങ്കിൽ ഈ എഴുത്തിന് തൊട്ട് താഴെ കൈ ഇങ്ങനെ വെച്ചാൽ ഒരു സ്വിച്ച്, ആ സ്വിച്ച് ഓൺ ആക്കിയാൽ ആ സ്വിച്ച് ഓഫാക്കി വെച്ചാൽ നമ്മൾ അനുവാദം കൂടാതെ KCBയിൽ നിന്ന് ഒരു തരി പോലും ചാർജ് ചെയ്യില്ല. അപ്പോൾ എങ്ങനെ വെച്ചാൽ ബാറ്ററിയുടെ സോളാറിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് അറിയാമല്ലോ. സോളാർ രാവിലെ ബാറ്ററി ഫുള്ളാക്കിയിട്ട് പിന്നെ കറണ്ടിനാണ് ഓഫ് ചെയ്യും ഓട്ടോമാറ്റിക്. അത് നമ്മുടെ MPPT ആണ് ചെയ്യുക, നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ റെഡ് ലൈറ്റ് കത്തിയാൽ കറണ്ടിനെ ഓഫ് ചെയ്തു. പിന്നെ നമ്മുടെ എനർജി സോളാറിൻ്റെ എനർജിയിൽ വർക്ക് ചെയ്യും. പിന്നെ 4 മണി 5 മണി ആവുന്നതോടുകൂടെ സോളാറിൻ്റെ എനർജി ഇങ്ങനെ കുറഞ്ഞ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, മെല്ലെ 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 ബാറ്ററിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തുടങ്ങും. പിന്നെ MPPT മനസ്സിലാക്കുന്നത് സോളാർ ചാർജ് ചെയ്തു വെച്ചാൽ ബാറ്ററിയുടെ 40%, ഒരു ബാറ്ററി ആണെങ്കിൽ ഒരു ബാറ്ററിയുടെ 40%, അത് 3 ബാറ്ററി ആണെങ്കിൽ 3 ബാറ്ററിയുടെ 40% ഉപയോഗിച്ച് തീർത്തതിന് ശേഷമാണ് കറണ്ടിലേക്ക് മാറുക. അപ്പോൾ കുറേ ആളുകൾ ചോദിക്കും എൻ്റെ വീട്ടിൽ എത്ര സമയം കിട്ടും അതൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്, നമ്മുടെ വീട്ടിലത്തെ ലോഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ ചില വീട്ടിൽ വൈകുന്നേരം ഒരു ഫാനാക്കാരം വർക്ക് ചെയ്യുന്നത്, ചില വീട്ടിൽ 5 ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ടൈമിങ്ങിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഉദാഹരണം പറയാനുള്ളത്, ഇപ്പോൾ ചില വീട്ടിൽ 7 മണിക്കാണെങ്കിൽ ചില വീട്ടിൽ 10 മണിക്കാവും, ചില വീട്ടിൽ അർദ്ധരാത്രിയാവും, ചില വീട്ടിൽ കറണ്ടിലേക്ക് മാറുന്നേ ഇല്ല. അതൊക്കെ നമ്മൾ വീട്ടിലത്തെ ലോഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ AC ചാർജിങ് പറഞ്ഞു വന്നത്, AC ചാർജിങ് നമ്മൾ ഓണാക്കി ഒരു ദിവസം, ഇപ്പം നമ്മളൊരു 4 മണിക്ക് നമ്മൾ AC ചാർജിങ് ഓണാക്കി, എന്നിട്ട് എന്ത് ചെയ്യുക, പിറ്റേ ദിവസം 4 മണി വരെ അത് ഓണാക്കി കിടക്കുക. അപ്പോൾ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇത് മാത്രം ഓണാക്കിയിട്ട് കാര്യമില്ല. ഒന്നുകൂടി വരിക, ഇവിടെ MPPTൻ്റെ താഴെ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും. ഒരു ഓട്ടോ സോളാറും ഉണ്ട്, അതുപോലെ ഒരു പവർ ലൈറ്റും ഉണ്ട്. ഇത് രണ്ടും അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, പിറ്റേ ദിവസം 4 മണി ആവുന്ന സമയത്ത് നമ്മൾ ഇൻവെർട്ടർ ഓണാക്കി വെച്ചിട്ടുണ്ട്, MPPTൻ്റെ ഓഫാക്കി വെച്ചിട്ടുണ്ട്, 2 സ്വിച്ചും. അപ്പോൾ ഇത് ഓഫാകും കേട്ടോ. അപ്പോൾ ഇത് നമ്മളാണ് ഓണാക്കി കൊടുക്കുക, ഇത് നമ്മൾ ഇൻവെർട്ടറിൻ്റെ AC ചാർജിങ് ഓഫാക്കി കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ 2 മാസം കൂടുമ്പോൾ നമ്മൾ ചെയ്ത സോളാറിന് ഒരു ബാറ്ററിക്ക് ഒരു ബാക്കപ്പും ഒരു ഗ്രാവിറ്റിയും കാര്യങ്ങളും അതിൻ്റെ ഒരു കറക്റ്റ് ലെവലിലേക്ക് കിട്ടും കേട്ടോ. ഇത് നമ്മുടെ ഒരു പ്രാക്ടിക്കലിലൊരു കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഈ ഫ്ലോട്ട് ഗ്യാപ്പേ ഇപ്പോൾ സ്റ്റക്കായിരിക്കുന്നുണ്ട്, ചിലപ്പോൾ എങ്ങനെ ഉണ്ടാവും, നമ്മൾ ഇത് അളക്കുമ്പോൾ സ്റ്റക്കായി കിടക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതൊന്നും ഊരി എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചുടുവെള്ളം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാതെ തിളച്ചതിലല്ല കേട്ടോ പറയുന്നത്, ചെറിയ നേരിയ ചൂടിലിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അത് ജസ്റ്റ് അതുപോലെ തന്നെ മുറിക്കുക, കാര്യങ്ങളൊക്കെ ലെവലാവും. അപ്പം അതുകൊണ്ടാണ് ആ ബാറ്ററി ഞാൻ അളക്കാൻ പറയുന്നത്. അതിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളൊരു 1 kVA സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പാനല്, ഒരു ബാറ്ററി, ഒരു ഇൻവെർട്ടർ, നമ്മൾ ആ രീതിയിൽ 1350 ഇൻവെർട്ടർ, 200 Hൻ്റെ ബാറ്ററി സിസ്റ്റം, അതിൽ നമ്മൾ ശരാശരി പറയാം, നമുക്ക് പൊതുവായിട്ട് എല്ലാവരുടെയും സംശയങ്ങളായിട്ട് അതിൽ പറയുന്നത് നമുക്ക് 2.25 യൂണിറ്റ് മുതൽ 3 യൂണിറ്റ് വരെ കിട്ടാം. അത് നമുക്ക് പല വേരിയേഷനൊക്കെ ഉണ്ടാവാം, നമ്മളെ ലോഡ് ലൈവ് ഉപയോഗിക്കുന്നതിനനുസരിച്ചൊക്കെ വരാം കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ 2 kVA സിസ്റ്റം 2 പാനൽ 500ൻ്റെ 2 പാനലൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4-5 യൂണിറ്റ് ശരാശരി കിട്ടാം. നമ്മൾ ലൈവും എല്ലാം യൂസിങ്ങിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അത് 3 പാനൽ വെച്ചിട്ട് ചെയ്യാം. നമുക്ക് 455ൻ്റെ 3 500 വാട്ടിൻ്റെ 3 കൊടുക്കാം. അത് വെച്ചിട്ടാണ് നമുക്കൊരു 6-7 യൂണിറ്റ്. ഇതൊക്കെ നമ്മൾ വീട്ടിലത്തെ ലോഡ് അനുസരിച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നമുക്കൊരു 3 kVA സിസ്റ്റം ആകുമ്പോൾ നമുക്കൊരു 7-8 അല്ലെങ്കിൽ 10 യൂണിറ്റ് വരെ, അത് നമ്മളെ ലൈവും കാര്യങ്ങളൊക്കെ യൂസിനനുസരിച്ചിരിക്കും. അതുപോലെ നമ്മൾ 48 വോൾട്ട് സിസ്റ്റം 5000 VAയുടെ ഇൻവെർട്ടർ സിസ്റ്റം ഒക്കെ 6 പാനലൊക്കെ വെച്ചിട്ട്, ഇത് 4 പാനലാണ് വെച്ചിട്ടാകുമ്പോൾ നമുക്കൊരു 12 യൂണിറ്റിൻ്റെ മേലെ പല രീതിയിലാവും. അപ്പം നമുക്ക് ലോഡും യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. ഇതൊക്കെ എന്താ വെച്ചാൽ കുറേ ആളുകളുടെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ്. അപ്പോൾ ഓക്കെ, ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾക്ക് ഇനി പോകുന്ന വഴിക്ക് കൊല്ലം, തിരുവനന്തപുരം ആ ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു അപ്ഡേറ്റിംഗ് കൂടിയുണ്ട്, അതുപോലെ ചാലക്കുടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളുണ്ട്. ഏതായാലും അടുത്ത ഞങ്ങളിപ്പോൾ ഒരുപാട് ജില്ലകളിൽ ഞങ്ങൾ കറങ്ങുന്നതാണ്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. നമുക്ക് എവിടെയെങ്കിലും വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്.